വോയിസ് ഓഫ് മുജീബിലേക്ക് അവർക്കും സ്വാഗതം. ഇംഗ്ലണ്ടിനെതിരെ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യക്ക് 4 വിക്കറ്റിന്റെ പരാജയം. ഒരു ഓവർ ശേഷിക്കെയാണ് വിജയലക്ഷ്യം ഇന്ത്യക്കെതിരെ 6 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നത്. 46 പന്തുകളിൽ 76 റൺസോടെ പുറത്താകാതെ നിന്ന ജേക്കബ് ബത്തേൽ തന്നെയാണ് ഇംഗ്ലണ്ടിന്റെ വിജയശില്പി. 5 സിക്സുകളും 5 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ജേക്കബിന്റെ അത്യുഗ്രൻ ഇന്നിംഗ്സ്. വിജയ സമയത്ത് ജേക്കബ് ബത്തേലിനോടുകൂടെ 7 പന്തിൽ 10 റൺസുമായി ജോഫ്രെ ആർച്ചർ പുറത്താകാതെ നിന്നു. ടോസ് ലഭിച്ച് ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നേടിയെടുത്തത് 190 റൺസാണ്. T20യിൽ സൂര്യവംശി തന്റെ അരങ്ങേറ്റം കുറിച്ച മത്സരം കൂടിയായിരുന്നു ഇന്നത്തേത്. പക്ഷേ സൂര്യവംശിക്ക് കാര്യമായി സ്കോർ നേടാൻ സാധിച്ചില്ല. 10 പന്തുകൾ നേരിട്ട സൂര്യവംശി 2 സിക്സ് അടക്കം നേടിയെടുത്തത് വെറും 14 റൺസ് മാത്രമായിരുന്നു. വിൽ ജാക്സിന്റെ ബൗളിംഗിലാണ് സൂര്യവംശി പുറത്തായത്. അഭിഷേക് ശർമ്മ ഒരു അത്യുജ്വല ഇന്നിംഗ്സ് തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. 43 റൺസാണ് 24 പന്തുകളിൽ നിന്ന് അഭിഷേക് ശർമ്മ സ്കോർ ചെയ്തത്. ക്യാപ്റ്റൻ ശ്രേയാസ് അയ്യർ 37 റൺസും ഇഷാൻ കിഷൻ 49 റൺസും നേടി. അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച തിലക് വർമ്മ 11 പന്തിൽ 24 റൺസും നേടുകയുണ്ടായി. എന്നാൽ 191 എന്ന വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിന് ആദ്യ ഓവറിന്റെ ആദ്യ ബോളിൽ തന്നെ വിക്കറ്റ് നഷ്ടമാകുന്ന കാഴ്ചയാണ് കണ്ടത്. അർഷദീപ് സിംഗ് തന്റെ ആദ്യ ഓവറിന്റെ ആദ്യ ബോളിൽ ഫിൽ സാൾട്ടിനെയാണ് പുറത്താക്കിയത്. ആ ഓവറിന്റെ 5ാം ബോളിൽ ജോസ് ബട്ട്ലറെയും അർഷദീപ് മട്ടയ്ക്ക് അയച്ചുകൊണ്ട് നല്ലൊരു തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. പക്ഷേ ആ ഒരു തുടക്കം മുതലാക്കാൻ പിന്നീട് വന്ന ഇന്ത്യൻ ബൗളേഴ്സിന് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല അർഷദീപ് സിംഗ് തന്റെ 2ാം ഓവർ ബോൾ ചെയ്യാനെത്തിയപ്പോൾ ഇംഗ്ലണ്ടിന്റെ 2 വിക്കറ്റുകൾ പിഴുതെടുത്ത അർഷദീപ് സിംഗിനെതിരെ ഹാരി ബ്രൂക്കിന്റെ ഒരു അത്യുജ്വല ബാറ്റിംഗ് ആയിരുന്നു കാണാൻ കഴിഞ്ഞത്. 3 സിക്സും 2 ഫോറും അടക്കം ആ ഒരു ഓവറിൽ മാത്രം ഹാരി ബ്രൂക്ക് അർഷദീപ് സിംഗിനെതിരെ നേടിയെടുത്തത് 27 റൺസ് ആയിരുന്നു. ആദ്യ ഓവറിൽ 1 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റുകൾ നേടിയെടുത്ത അർഷദീപ് സിംഗ് തന്റെ 2ാം ഓവറിൽ 27 റൺസ് വഴങ്ങിയപ്പോൾ മറ്റുള്ള ബൗളേഴ്സിന്റെയും ആത്മവിശ്വാസം തകരുന്നതാണ് കണ്ടത്. ഇന്ത്യൻ പരാജയത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്ന് രവി ബിഷ്ണോയുടെ ബൗളിംഗ് തന്നെയാണ്. രവി ബിഷ്ണോയ് 60 റൺസാണ് 4 ഓവറിൽ വഴങ്ങിയത്. എന്നാൽ അക്സർ പട്ടേലും വരുൺ ചക്രവർത്തിയും ബൗളിംഗിൽ മികച്ചു നിന്നു. ഓരോ വിക്കറ്റുകളും നേടി. 4 ഓവറിൽ വെറും 24 റൺസ് മാത്രമാണ് അക്സർ പട്ടേൽ വിട്ടുകൊടുത്തത്. വരുൺ ചക്രവർത്തി 37 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും നേടി. അർഷദീപ് സിംഗ് 4 ഓവറിൽ 40 റൺസിന് 3 വിക്കറ്റുകൾ നേടി. ഇംഗ്ലണ്ടിനെതിരെ നല്ലൊരു തുടക്കം കിട്ടി. അത് മുതലാക്കാൻ കഴിയാതെ പോയത് തന്നെയാണ് ഇന്ത്യയെ പരാജയത്തിലേക്ക് നയിച്ചത്. വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യയുടെ പരാജയ കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അയർലൻഡിനെതിരെ 2-0 പരാജയപ്പെട്ട ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ പരാജയപ്പെടുമ്പോൾ 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലണ്ട് 1-0 ലീഡ് ചെയ്യുന്നു. ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഇനി ശേഷിക്കുന്നത് 3 മത്സരങ്ങളാണ്. സഞ്ജുവിനെ മാറ്റി കളിക്കാൻ ഇറങ്ങിയിട്ടും ഇന്ത്യക്ക് വിജയിക്കാനായില്ല. സഞ്ജുവിന് പകരമെത്തിയ സൂര്യവംശിക്ക് കാര്യമായ സ്കോർ നേടാനും കഴിഞ്ഞില്ല. എങ്കിൽ പോലും അഭിഷേക് ശർമ്മ സൂര്യവംശി കൂട്ടുകെട്ട് 4.3 ഓവറിൽ 50 റൺസ് സ്കോർ ചെയ്തിരുന്നു. പക്ഷേ ആ ഒരു തുടക്കവും മധ്യനിരയിലെ ബാറ്റർമാർക്ക് മുതലാക്കാനായില്ല എന്നതും ഇന്ത്യയെ വലിയൊരു സ്കോറിലേക്ക് പോകുന്നതിൽ നിന്ന് തടയാൻ കാരണമായിട്ടുണ്ട്. ഇഷാൻ കിഷൻ 49 റൺസ് നേടിയെടുത്തത് 40 പന്തുകൾ നേരിട്ടാണ്. ആ ഒരു മെല്ലെപ്പോക്ക് ഇന്ത്യയുടെ വലിയൊരു സ്കോർ കണ്ടെത്താനുള്ള സാധ്യതകളെയാണ് തടയിട്ടത്. ഈ ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ ടീം മുന്നോട്ട് പോകുന്നതെങ്കിൽ ശ്രേയാസ് അയ്യരുടെ കാര്യം കഷ്ടം തന്നെയാണ്. വളരെ നാളുകൾക്ക് ശേഷം ഇന്ത്യൻ ടീമിൽ തിരിച്ചെത്തുകയും ക്യാപ്റ്റൻസി ലഭിക്കുകയും ചെയ്ത ശ്രേയാസ് അയ്യർ അയർലൻഡിനോട് നാണം കെട്ട പരാജയം ഏറ്റുവാങ്ങി. ഇപ്പോൾ ഇതാ ഇംഗ്ലണ്ടിനോട് 2ാം മത്സരത്തിൽ പരാജയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ഇംഗ്ലണ്ടിനെതിരെ കൂടി പരമ്പര നഷ്ടമായാൽ പിന്നെ ശ്രേയാസ് അയ്യരുടെ ക്യാപ്റ്റൻസി നഷ്ടമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ശക്തമായൊരു തിരിച്ചുവരവ് അനിവാര്യമാണ്. അടുത്ത മത്സരത്തിൽ ശക്തമായ പോരാട്ടവുമായി ഇന്ത്യൻ ടീമിന് തിരിച്ചുവരാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.